ചെറുപുഴ പഞ്ചായത്തിലെ വാവൽമടയിൽ താമസിക്കുന്ന മധു റീന ദമ്പതികളുടെ മകൾ അഞ്ജലിയുടെ ജീവൻ രക്ഷിക്കാൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ഊർജിതമാക്കി. കരൾ രോഗം ബാധിച്ച് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അഞ്ജലി. ഈ നിർധന കുടുംബത്തെ സഹായിക്കാൻ എല്ലാവരും രംഗത്തിറങ്ങണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ പറഞ്ഞു. വാതിൽമട എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ 19-ാം വാർഡിൽ വാതിൽമടയിലുള്ള മേലത്ത് മധു റീന ദമ്പതികളുടെ മകൾ അഞ്ജലി 22 വയസ്സുള്ള കുട്ടിയാണ്. കരൾ രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്നു. മംഗലാപുരത്ത് ചികിത്സയിലുണ്ടായിരുന്ന അവസരത്തിൽ രോഗം മൂർച്ഛിച്ചുകൊണ്ട് അടിയന്തരമായി കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ മാത്രമാണ് കുട്ടിയെ രക്ഷിക്കുവാൻ ഒരേ ഒരു വഴി എന്ന് ഡോക്ടർമാർ പറഞ്ഞതുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സയേക്കാൾ കൂടുതൽ ചെലവ് കുറഞ്ഞ ചികിത്സ ലഭ്യമാകും എന്നുള്ള വിശ്വാസത്തിൽ എറണാകുളം ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ കുട്ടിയെ അഡ്മിറ്റ് ചെയ്യുകയും കൊണ്ടുചെന്ന അന്ന് തന്നെ 27-ാം തീയതി തന്നെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള നടപടികൾ ആരംഭിക്കുകയും കുട്ടിയുടെ സഹോദരിയായ മിഥുനയുടെ കരൾ പകുത്ത് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ പൂർത്തിയാവുകയും ചെയ്തു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഒരു 3 മാസക്കാലത്തോളം വളരെ ഗൗരവമായ ക്രിട്ടിക്കലായ കാലഘട്ടമായതുകൊണ്ട് ഡോക്ടർമാരുടെ അല്ലെങ്കിൽ എവിടെയാണോ സർജറി നടത്തിയ ആ ആശുപത്രിയുടെ ഡോക്ടർമാരുടെ മേൽനോട്ടം ആവശ്യമുള്ളതുകൊണ്ട് ഒരു 3 മാസക്കാലത്തോളം കുട്ടിയും അവരെ നോക്കുന്ന ആളുകളും എറണാകുളത്ത് തന്നെ കഴിയേണ്ടതുണ്ട്. അപ്പോൾ അവർക്ക് അവിടെ താമസിക്കുന്നതിന് വേണ്ടിയിട്ട് സൗകര്യമൊരുക്കണം, കുട്ടിയുടെ ചികിത്സാ ചെലവുകൾ വഹിക്കണം. മൊത്തത്തിലൊരു 35 ലക്ഷം രൂപയാണ് ഈ 2 ആവശ്യങ്ങൾ കൂടി ചിലവായിട്ട് ആശുപത്രി അധികൃതരിൽ നിന്നും മറ്റ് സോഴ്സിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇവർ അത്ര സമ്പന്നമായ കുടുംബം എന്നൊന്നും പറയാൻ വേണ്ടി കഴിയില്ല. കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ അന്നന്നത്തെ അധ്വാന ഫലം കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അവർക്ക് ഇത്രയും പൈസ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് യാതൊരു മാർഗവുമില്ലാത്തതുകൊണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റിൻ്റെയും പഞ്ചായത്ത് മെമ്പറുടെയും മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ അഞ്ജലി ചികിത്സാ സഹായ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് ധനസമാഹരണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ വരെ 14.5 ലക്ഷം രൂപ സമാഹരിക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആശുപത്രിയിൽ ഡ്യൂസ് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇനിയൊരു 20 ലക്ഷത്തിൽ 20.5 ലക്ഷം രൂപ കൂടിയാണ് ഇതുവരെ കണക്കാക്കിയിരിക്കുന്ന സംഖ്യയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യമായി വരിക. ഈ പണം സമാഹരിക്കുന്നതിന് വേണ്ടി ചെറുപുഴ ബാങ്ക് ഓഫ് ബറോഡയിൽ ഒരു സംയുക്ത അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. ഒപ്പം പഞ്ചായത്ത് മെമ്പറുടെ പേരിലുള്ള GPay അക്കൗണ്ടിലും പണം നൽകാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ്. എല്ലാ ആളുകളുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രം, അത് ഞാൻ പഞ്ചായത്ത് എന്നതുകൊണ്ട് ഒതുക്കാൻ കഴിയുന്ന കാര്യമല്ല, എവിടെയുള്ള മനുഷ്യസ്നേഹികളായ എല്ലാവരുടെയും സഹായം അഞ്ജലിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ ഈ സർജറി വിജയകരമായി പൂർത്തിയാക്കുന്നതിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. വലുതും ചെറുതുമായ സംഖ്യകൾ നൽകി ഒരാഴ്ച കൊണ്ട് ഈ സംഖ്യ കളക്ഷൻ നമുക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട്. കാരണം ആശുപത്രിയിൽ സർജറി കഴിഞ്ഞു, തുടർ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡോണറുടെ കാര്യത്തിൽ മിഥുനയുടെ കാര്യത്തിൽ മിഥുന സന്നിഗ്ധ ഘട്ടമൊക്കെ കവർ ചെയ്ത് ഏകദേശം മെച്ചപ്പെട്ട നിലയിലെത്തിയിട്ടുണ്ട്. അഞ്ജലി ഇപ്പോഴും പ്രത്യേക നിരീക്ഷണത്തിലാണുള്ളത്. അത് എത്ര ദിവസം വേണ്ടി വരുമെന്നുള്ളതിനെക്കുറിച്ചൊന്നും കൃത്യമായി പറയാൻ വേണ്ടി കഴിയില്ല. എന്തായാലും നമ്മൾ പണം അടിയന്തരമായി കണ്ടെത്തേണ്ടതുള്ളത് കൊണ്ട് എല്ലാ ആളുകളോടും ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ശ്രമത്തിൽ പങ്കാളികളാവണം. കഴിയുന്ന സംഖ്യ നൽകി സഹായിക്കണമെന്ന് വളരെ വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്.
അടിയന്തരമായി കരൾ മാറ്റിവെച്ചാൽ മാത്രമാണ് അഞ്ജലിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്ത ബന്ധു കരൾ നൽകാൻ തയ്യാറായെങ്കിലും ശസ്ത്രക്രിയയ്ക്ക് പണമില്ലാതെ ഇവർ കടുത്ത ദുരിതത്തിലാണ്. ഈ കുടുംബത്തെ സഹായിക്കാനായി ജനകീയ കമ്മിറ്റി തന്നെ ഇവിടെ രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ ഉള്ള വാവൽമട എന്ന പ്രദേശത്തെ അഞ്ജലി എന്ന പെൺകുട്ടി ശസ്ത്രക്രിയയ്ക്ക് ശേഷം സുഖം പ്രാപിച്ചു വരുന്നതേ ഉള്ളൂ. ഇനിയും നമ്മുടെ സഹായ സഹകരണങ്ങൾ ഒരുപാട് ആവശ്യമുണ്ട്. ആ കുട്ടിയുടെ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ ആ കുട്ടിയുടെ പിതാവ് ഹൃദ്രോഗിയാണ്. അതുപോലെ തന്നെ അമ്മയും രോഗിയായി സർജറിയൊക്കെ കഴിഞ്ഞ് ചികിത്സയിൽ കഴിയുന്നയാളാണ്. അപ്പോൾ ഒരു കുടുംബം മുഴുവൻ കൂലിപ്പണിയെടുത്ത് നിത്യവൃത്തി കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു കുടുംബത്തിലെ എല്ലാവരും രോഗികളാകുമ്പോൾ അവരുടെ ചികിത്സാ ചെലവും ജീവിതവും കഴിഞ്ഞു പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഈ സമയത്ത് നമ്മുടെ നല്ല മനസ്സുള്ള അസമനസ്സുകളായ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അഞ്ജലിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങളുടെ ഈ ഉദ്യമത്തിനുണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗ്രാമപഞ്ചായത്തിലെ 19-ാം വാർഡിൽ താമസിക്കുന്ന പാവൽമട എന്ന സ്ഥലത്തുള്ള അഞ്ജലി എന്ന കുട്ടിയുടെ കരൾ മാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനത്തിലാണ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമ്മൾ ഒരു വലിയ ദൗത്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഡിസംബർ 26-ാം തീയതി മുതൽ ഈ കുട്ടിയുടെ ചികിത്സക്കുള്ള ഫണ്ട് ശേഖരണവുമായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായി തന്നെ ഫണ്ട് സമാഹരണം നടന്നു വരികയാണ്. സോഷ്യൽ മീഡിയയിലൂടെ നിരവധി ആളുകളുടെ സഹായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും തുടർന്ന് അങ്ങോട്ട് നമ്മൾ ഏകദേശം പകുതിയോളം പൈസ മാത്രമേ നമുക്ക് കണ്ടെത്താൻ സാധിച്ചുള്ളൂ. ഇനി തുടർന്ന് അങ്ങോട്ട് നമ്മുടെ ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്തിനകത്തും പുറത്തുമുള്ള എല്ലാ കരുണയുള്ള മനസ്സുകളും സഹായിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.